ഒരു കാലഘട്ടത്തിൽ കൊൽക്കത്തയിലും മുംബൈയിലും ഉച്ചത്തിലുള്ള ടാക്സി എന്ന വിളിയും റോഡിന്റെ നടുവിൽ നിന്ന് കൈകാട്ടി മഞ്ഞ ടാക്സികളെ തിരിയുന്ന മനുഷ്യരെയും കാണാൻ സാധിക്കുമായിരുന്നു. ആ മഞ്ഞ ടാക്സികളെല്ലാം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസിഡർ കാറുകളായിരുന്നു. 7 പതിറ്റാണ്ടിലധികം കാലം ഭാരതീയ റോഡുകളുടെ രാജാവായി വാഴുന്ന ഈ കാർ ഇന്ന് എങ്ങും കാണാനില്ല. ഒരുപക്ഷെ ഇന്നത്തെ കാർ പ്രേമികൾക്ക് അംബാസിഡറുകളെ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഒരു കാലത്ത് അംബാസിഡർ ഉണ്ടാക്കിയ തരംഗം അത് ഭയങ്കരമായിരുന്നു. ഇന്ത്യൻ റോഡുകൾക്ക് അനുയോജ്യമായ കാറായിരുന്നു അംബാസിഡർ. ഇന്നത്തെ ഹൈപ്പർ സെൻസിറ്റീവ് കാറുകളിൽ നിന്ന് വ്യത്യസ്തമായി അറ്റകുറ്റപ്പണി നടത്തേണ്ടി വന്നാൽ കിഡ്നി വെക്കേണ്ട അവസ്ഥ അംബാസിഡറുകൾക്ക് ഇല്ലായിരുന്നു. ചെന്നൈയിലെ பிளாக் அண்ட் எல்லோ டாக்ஸின்னு மஞ்சா கருப்பு டாக்ஸின்னு அந்த காலத்துலேருந்து ஓடிட்டு தான் இருக்குது. இந்த அம்பாசிடரில் சௌகரியமாக 5 பேர் உட்காந்துட்டு போகலாம், லக்கேஜ் எல்லாம் எடுத்துகிட்டு போகலாம், ஓட்டுற டிரைவர்களுக்கும் ஃப்ரீயாக இருக்கும். இப்போ இருக்கிற காரெல்லாம் அந்த கம்பெனிலேருந்து அதுக்கான ஆள் வந்தால் தான் அந்த வண்டியை ரெடி பண்ண முடியும்னு சொல்லுவாங்க. ஆனால் இன்னைக்கு ஒரு அம்பாசிடர் காரை 20,000 இல்லை 50,000 ரூபாய் செலவு பண்ணால் கூட அந்த வண்டியை 20 வருஷம் கூட வச்சிருக்கலாம். இந்த கம்பெனியை மூடுறதால പൊതുമക്കൾക്കും ഓട്ടുന്നവർക്കും கொஞ்சம் வருத்தமாக தான் இருக்கும். ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എഞ്ചിൻ പരിഷ്കരിക്കാൻ കഴിയുന്ന മറ്റൊരു കാർ അന്ന് ഇല്ലായിരുന്നു. ഇന്നത്തെ തലമുറ ഊബറിലും ഓലയിലും യാത്ര ചെയ്യുമ്പോൾ ഒരു കാലത്ത് ഭാരതത്തിന്റെ റോഡുകളിൽ അംബാസിഡർ എന്ന പേരുള്ള ഒരു കാർ ഉണ്ടായിരുന്നു എന്ന് അറിയില്ലായിരിക്കും. പക്ഷേ നമ്മുടെ പിതാമഹന്മാരുടെയും പിതാക്കന്മാരുടെയും തലമുറയ്ക്ക് അംബാസിഡർ വെറും കാർ മാത്രമായിരുന്നില്ല. അത് സ്ഥാനമാനങ്ങളുടെയും രാഷ്ട്രീയ ശക്തികളുടെയും ഭാരതീയ സ്വപ്നത്തിന്റെയും പ്രതീകമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഇത്രയും ശക്തമായ ഒരു കമ്പനി പാപ്പരായത്? എന്താണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് സംഭവിച്ചത്? 2014 മെയ് 24 ഉത്തർപാടയിലെ ഫാക്ടറിയിൽ കാറുകളുടെ ഉൽപ്പാദനം നിർത്തിയപ്പോൾ ഒരു യുഗം തന്നെ അവസാനിച്ചത് എങ്ങനെയാണ്? 2500 തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതിനൊപ്പം തന്നെ പല മിഡിൽ ക്ലാസ് ഫാമിലിയുടെയും അംബാസിഡർ എന്ന സ്വപ്നം പോലും ഇല്ലാതെയായി. ഏറ്റവും സുരക്ഷിതവും കംഫർട്ടുമാണെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാർ മന്ത്രിമാരും പോലീസുകാരും സിനിമാ പ്രവർത്തകർ പോലും ആഗ്രഹിച്ചു വാങ്ങിച്ച ഏകദേശം 40 ലക്ഷത്തോളം ആളുകൾ വാങ്ങിച്ച ഒരു കാർ എങ്ങനെ അപ്രത്യക്ഷമായി? നിങ്ങളിത് കേൾക്കാൻ പോകുന്നത് ഒരു കാർ കമ്പനിയുടെ ഉയർച്ചയും തകർച്ചയുടെയും കഥ മാത്രമല്ല. ഇത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ വ്യാവസായിക സ്വപ്നങ്ങളുടെയും നിരാശയുടെയും മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥാപനങ്ങളുടെയും ആഗോളവൽക്കരണത്തിന്റെ കാറ്റിൽ അടർന്നുപോയ പുരാതന കമ്പനികളുടെയും നഷ്ടപ്പെട്ട സ്വപ്നങ്ങളുടെയും തകർച്ചയുടെ കാലം പറഞ്ഞ കഥകളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 2 വർഷം മുൻപ്, അതായത് വർഷം 1942 BM ബിർള ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് സ്ഥാപിച്ചപ്പോൾ ഭാരതം അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കാത്തിരുന്നുവെന്ന് പറയാം. ബ്രിട്ടീഷ് മോറിസ് മോട്ടോഴ്സിന്റെ ലോർഡ് നഫീൽഡുമായി സഹകരിച്ച് ബിർള ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. ബിർള കുടുംബം മാർവാടി വ്യാപാര സമുദായത്തിൽ നിന്നുള്ളവരാണ്. അവർ നൂറ്റാണ്ടുകളായി വ്യാപാരത്തിലും വ്യവസായത്തിലും ഏർപ്പെട്ടിരുന്ന കുടുംബമായിരുന്നു. പക്ഷേ ഒരു കാർ നിർമ്മാണ കമ്പനി തുടങ്ങുക എന്നത് വലിയ സാഹസികത നിറഞ്ഞതായിരുന്നു, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് കീഴിൽ. ഗുജറാത്തിലെ പോർട്ട് ഓഖയിൽ ഒരു ചെറിയ അസംബ്ലി പ്ലാന്റിൽ നിന്നാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ തുടക്കം. അവിടെ ബ്രിട്ടനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് മോറിസ് 10 എന്ന കാർ നിർമ്മിച്ചു. ഈ കാറിനെ ഹിന്ദുസ്ഥാൻ 10 എന്നാണ് അവർ വിളിച്ചത്. 1942 ഭാരതം വിചിത്രമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന്റെ തീഷ്ണതയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ചുരുങ്ങുന്ന അവസ്ഥയിൽ ഗാന്ധിയുടെ സത്യാഗ്രഹവും കിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും കൊണ്ട് രാജ്യം പുളഞ്ഞു കിടക്കുമ്പോൾ ഒരു മാർവാടി കുടുംബം കാർ നിർമ്മാണ സ്വപ്നവുമായി മുന്നോട്ട് വന്നു. അവർക്കിതിൽ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സ്വദേശി ഉൽപാദനത്തിന്റെ പ്രാധാന്യം ബിർള മനസ്സിലാക്കിയിരുന്നു. ബ്രിട്ടനിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയാണ് ഭാവി എന്ന് അദ്ദേഹം കണ്ടു. പോർട്ട് ഓഖ തിരഞ്ഞെടുത്തത് ഗുജറാത്തിലെ തുറമുഖ സൗകര്യങ്ങൾ കാരണമായിരുന്നു. ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവരുന്ന ഭാഗങ്ങൾ അവിടെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുമായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നു. തുടർന്ന് 1948 പശ്ചിമ ബംഗാളിലെ ഉത്തർപാടയിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റി. ഇത് തന്ത്രപരമായ തീരുമാനമായിരുന്നു. ബംഗാളിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ലഭ്യമായിരുന്നു. മാത്രമല്ല അവിടെ കൊൽക്കത്ത തുറമുഖവും റെയിൽവേ കണക്ഷനും ഉണ്ടായിരുന്നു. ഉത്തർപാടയിലെ പുതിയ പ്ലാന്റ് വിശാലമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയ ആദ്യത്തെ കാർ മോറിസ് 10 അടിസ്ഥാനമാക്കിയുള്ള ഹിന്ദുസ്ഥാൻ 10 ആയിരുന്നു. പിന്നീട് മോറിസ് ഓക്സ്ഫോർഡ് MO അടിസ്ഥാനമാക്കി ഹിന്ദുസ്ഥാൻ 14, മോറിസ് മൈനർ അടിസ്ഥാനമാക്കി ബേബി ഹിന്ദുസ്ഥാൻ എന്നിവ ഉൽപ്പാദിപ്പിച്ചു.
1954 മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 2 അടിസ്ഥാനമാക്കി ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ പുറത്തിറക്കി. ഇതിന്റെ വിജയം കണ്ട് 1957 മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 3 അടിസ്ഥാനമാക്കി ഹിന്ദുസ്ഥാൻ അംബാസിഡർ പുറത്തിറക്കി. അംബാസിഡർ കാറിന്റെ ആദ്യത്തെ മോഡൽ പിന്നീട് മാർക്ക് 1 എന്നറിയപ്പെട്ടു. അക്കാലത്ത് ഭാരതത്തിൽ കാർ നിർമ്മാണ മേഖലയിൽ പ്രീമിയർ ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് ഉൾപ്പെടെ 2 കമ്പനികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രീമിയർ ഓട്ടോമൊബൈൽസ് ഇറക്കിയ കാറായിരുന്നു പ്രീമിയർ പത്മിനി. ഇതിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് മുൻനിരയിലായിരുന്നു. പത്മിനിയേക്കാൾ കൂടുതൽ സ്പേസും കംഫർട്ടും അംബാസിഡർ കാറുകൾക്ക് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് സാങ്കേതിക വിദ്യയും ഭാരതീയ തൊഴിലാളികളുടെ കഴിവും കൂടിച്ചേർന്ന ഈ കമ്പനി സ്വതന്ത്ര ഭാരതത്തിന്റെ വ്യാവസായിക അഭിമാനമായി മാറി. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹവും ഉപയോഗിച്ചത് അംബാസിഡർ കാർ ആയിരുന്നു. പക്ഷേ വിദേശ അതിഥികൾ വരുമ്പോൾ കാഡിലാക്ക് ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്. അന്നത്തെ വിദേശകാര്യ മന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞതനുസരിച്ച് ഇന്ത്യയിൽ പ്രധാനമന്ത്രിക്കും കാഡിലാക്കിൽ യാത്ര ചെയ്യാൻ കഴിയും എന്ന് നെഹ്റു വിദേശികളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കാഡിലാക്ക് ഉപയോഗിച്ചത്. പക്ഷേ ശാസ്ത്രി 1964 പ്രധാനമന്ത്രി ആയപ്പോൾ അംബാസിഡറിൽ തന്നെ യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ ചിന്ത അനുസരിച്ച് വിദേശികൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിർമ്മിച്ച കാറിലാണ് യാത്ര ചെയ്യുന്നതെന്ന് അവർ അറിയണം. അങ്ങനെ സ്വദേശി ചൈതന്യത്തിന്റെയും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ വ്യാവസായിക സ്വപ്നങ്ങളുടെയും പ്രതീകമായി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് മാറി. അങ്ങനെ അംബാസിഡർ കാർ ഭാരതത്തിന്റെ റോഡുകളിൽ വാഴാൻ പോകുന്ന കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നത്. 1957 ഹിന്ദുസ്ഥാൻ അംബാസിഡർ വിപണിയിൽ എത്തിയപ്പോൾ അത് വെറും ഒരു കാർ മാത്രമായിരുന്നില്ല, അത് ഒരു സ്വപ്നമായിരുന്നു. ബ്രിട്ടനിലെ കൗരിയിൽ മോറിസ് മോട്ടോഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ചിരുന്ന 1955 മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 3ന്റെ രൂപകൽപ്പനയിൽ അടിസ്ഥാനമാക്കിയാണ് അംബാസിഡർ നിർമ്മിച്ചത്. മോറിസ് ഓക്സ്ഫോർഡിന്റെ രൂപകൽപ്പനക്കാരൻ അലക് ഇസിഗോണിസ് ആയിരുന്നു മിനിയുടെയും മോറിസ് മൈനറിന്റെയും രൂപകൽപ്പന കൂടി ചെയ്തത്. സെമി മോണോക്ലോക്ക് ഡിസൈൻ മൂലം കാറിനകത്ത് നല്ല സ്പേസ് ലഭിച്ചു. അത് 1950കളുടെ തുടക്കത്തിൽ വാഹന എഞ്ചിനീയറിംഗിലെ വലിയ മുന്നേറ്റമായിരുന്നു. തുടക്കത്തിൽ അംബാസിഡർ സൈഡ് വാൽവ് എഞ്ചിനോടെയാണ് വന്നത്. പിന്നീട് ഓവർ ഹെഡ് വാൽവ് എഞ്ചിനിലേക്ക് മാറി. 1476 cc സൈഡ് വാൽവ് എഞ്ചിൻ 1958 മുതൽ 1960 വരെ ആദ്യത്തെ അംബാസിഡർ മാർക്ക് 1 ഉപയോഗിച്ചിരുന്നു. അംബാസിഡർ ഭാരതത്തിൽ എത്തിയപ്പോൾ അത് ഒരു വിപ്ലവത്തിന് തുടക്കമിട്ടു. ഇതിനു മുൻപ് സാധാരണ ഭാരതീയന് ഒരു കാർ സ്വപ്നമായിരുന്നു. അന്ന് സൈക്കിളുകളും ബസ്സുകളും ട്രെയിനുകളുമാണ് ഗതാഗത മാർഗങ്ങൾ. അംബാസിഡർ വന്നതോടെ മിഡിൽ ക്ലാസ് ഫാമിലിക്കും കാർ സ്വന്തമാക്കാനുള്ള സാധ്യത തുറന്നു വന്നു. കൊൽക്കത്തയിലെ ഭവാനിപുരം 1980കളിൽ ടാക്സി പാറ എന്നറിയപ്പെട്ടിരുന്നു. മിക്ക മിഡിൽ ക്ലാസ് ബംഗാളി കുടുംബങ്ങൾക്കും അധിക വരുമാനത്തിനായി 1-2 ടാക്സികൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഡ്രൈവർമാർ പ്രധാനമായും ബീഹാറിൽ നിന്നുള്ള കുടിയേറ്റക്കാർ കരാർ അടിസ്ഥാനത്തിൽ ടാക്സികൾ വാടകയ്ക്ക് എടുത്തിരുന്നു. 1960കളുടെ തുടക്കത്തിൽ ഹിന്ദുസ്ഥാൻ അംബാസിഡർ ടാക്സികൾ കൊൽക്കത്തയുടെ റോഡുകളിൽ എത്തിയപ്പോൾ ഡ്രൈവർമാർ പ്രധാനമായും സിഖ് സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. ആ സമയത്ത് ഭവാനിപുരത്തിൽ സിഖുകാരുടെ എണ്ണം കൂടുതലായിരുന്നു. അവരിൽ മിക്കവരും ഗതാഗത മേഖലയിൽ ഏർപ്പെട്ടിരുന്നു. അവരെ സർദാർജി എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത്. 1990കളുടെ തുടക്കം വരെ അവർ കൊൽക്കത്തയുടെ കുഴഞ്ഞു മറിഞ്ഞ റോഡുകളിൽ അംബാസിഡർ ഓടിച്ച് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നു. അംബാസിഡർ കേവലം വാഹനമായിരുന്നില്ല, അത് സ്ഥാനമാനത്തിന്റെ പ്രതീകമായി മാറി. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും പ്രിയപ്പെട്ട വാഹനമായി അത് മാറി. അതുകൊണ്ട് തന്നെ വെള്ള അംബാസിഡർ സർക്കാരി ഗാഡി എന്ന് അറിയപ്പെട്ടിരുന്നു. 1960കളിൽ നിന്ന് 1980കളുടെ ആരംഭം വരെ ഹിന്ദുസ്ഥാൻ അംബാസിഡർ ഭാരതത്തിന്റെ വാഹന വിപണിയുടെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു. മത്സരമില്ലായ്മ കൊണ്ട് തന്നെ അംബാസിഡർ 75% വിപണി പങ്ക് നിലനിർത്തിയിരുന്നു. ഇത് ഭാരതീയ റോഡുകളുടെ രാജാവ് എന്ന പദവി നേടാൻ കാർ രാജാവായി മാറാൻ കാരണമായി. കേരളത്തിലും മലയാളികൾക്ക് അംബാസിഡർ വെറും വാഹനമല്ല, അധികാരത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമായിരുന്നു. 1965 അംബാസിഡർ മാർക്ക് 2 പുറത്തിറക്കിയപ്പോൾ ഇന്റീരിയറിൽ വലിയ മാറ്റങ്ങൾ വന്നു. മൈക്ക ഷീറ്റ് നീക്കം ചെയ്ത് വുഡ് ഗ്രെയിൻ കോട്ടഡ് പ്ലൈവുഡും അലൂമിനിയം ബെസലും ചേർത്തു. 1977 മാർക്ക് 3 വന്നപ്പോൾ ഫ്രണ്ട് ഗ്രില്ലിൽ ഹൊറിസോണ്ടൽ ലോവറുകൾ ചേർത്ത് ആധുനിക ലുക്ക് നൽകി. 1978 ആയപ്പോഴേക്കും അംബാസിഡർ സ്റ്റാൻഡേർഡ് ഡീലക്സ് എന്നിങ്ങനെ 2 വേരിയന്റുകളിൽ ലഭ്യമായി. ഡീലക്സ് വെർഷനിൽ 4 മീറ്ററുകളും സ്പീഡോമീറ്ററുമുള്ള ഒരു ഡാഷ്ബോർഡ് ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ അംബാസിഡർ കേവലം ഗതാഗത മാർഗമായിരുന്നില്ല, അത് ഭാരതീയ സമൂഹത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഐഡന്റിറ്റിയുടെ ഭാഗമായിരുന്നു. സാധാരണക്കാരിൽ നിന്ന് പ്രധാനമന്ത്രി വരെ അംബാസിഡറിൽ യാത്ര ചെയ്തു. ഇത് ജാതി മത വർഗ ഭേദമില്ലാത്ത ഭാരതീയത്തിന്റെ പ്രതീകമായി മാറി. 1970കളുടെ അവസാനം മുതൽ 1980കളുടെ തുടക്കം വരെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഒരു വലിയ പിഴവ് ചെയ്തു. അവർ കാലത്തിന്റെ മാറ്റത്തെ എതിർത്തു. എക്കാലത്തും ഒരേ ഡിസൈൻ നിലനിർത്തി. സാങ്കേതികവിദ്യ പുതുക്കിയില്ല. ഉപഭോക്താക്കളുടെ പുതിയ ആവശ്യങ്ങൾ കണക്കിലെടുത്തില്ല. മറ്റ് രാജ്യങ്ങളിൽ കാറുകൾ എയർ കണ്ടീഷനിങ്,
പവർ സ്റ്റിയറിംഗ്, ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി, അതായത് മൈലേജ്, ആധുനിക സേഫ്റ്റി ഫീച്ചറുകൾ എന്നിവയുമായി വരുമ്പോൾ അംബാസിഡർ 1957 അതേ അടിസ്ഥാന ഡിസൈനിൽ തന്നെ തുടർന്നു. കമ്പനിയുടെ ഏകാധിപത്യത്തിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചു. ഇന്ത്യൻ വിപണിയിൽ മത്സരം ഇല്ലാത്തതിനാൽ നവീകരണത്തിന്റെ ആവശ്യം ഇപ്പോഴില്ല എന്ന് അവർക്ക് തോന്നി. ഞങ്ങളുടെ കാർ ഇന്ത്യൻ റോഡുകൾക്ക് പറ്റിയതാണ്, മാറ്റം വേണ്ട എന്ന ചിന്താഗതി അവരെ പിന്നോട്ട് നയിച്ചു. ഉത്തർപാടയിലെ ഫാക്ടറിയിൽ തൊഴിലാളികൾ പരാതിപ്പെട്ടു തുടങ്ങി. പഴഞ്ചൻ മെഷീനുകൾ, മോശം പ്രൊഡക്ഷൻ ലൈനുകൾ, കുറഞ്ഞ ശമ്പളം, ഇതെല്ലാം തൊഴിലാളികളെ അസംതൃപ്തരാക്കി. സമരങ്ങൾ പതിവായി, പ്രൊഡക്ഷൻ നിർത്തലുകൾ സാധാരണയായി. വിൽപ്പനയിലും വിതരണത്തിലും സർവീസിലും പ്രശ്നങ്ങൾ ഉണ്ടായി. ബുക്ക് ചെയ്ത കാർ കിട്ടാൻ മാസങ്ങളോ വർഷങ്ങളോ കാത്തിരിക്കേണ്ടി വന്നു. സ്പെയർ പാർട്സ് ലഭ്യത പ്രശ്നമായി. സർവീസ് ക്വാളിറ്റി മോശമായി. ചെന്നൈയിലെ ഒരു മെക്കാനിക്ക് 1981 മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അംബാസിഡർ റിപ്പയർ ചെയ്യാൻ എളുപ്പമാണ്, എന്നാൽ സ്പെയർ പാർട്സ് കിട്ടാൻ പ്രയാസമാണ്. കമ്പനി പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നില്ല, അതിനാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. 1990 അംബാസിഡർ നോവ പുറത്തിറക്കിയപ്പോൾ അത് വളരെ വൈകിയുള്ള നീക്കമായിരുന്നു. 1.5 ലിറ്റർ 55 bhp പെട്രോൾ എഞ്ചിനും 2 ലിറ്റർ നോൺ ടർബോ 37 bhp ഡീസൽ എഞ്ചിനുമായി വന്ന നോവ അക്കാലത്തെ മത്സരത്തിന് മുന്നിൽ വിളറിയിരുന്നു. 2000 അംബാസിഡർ ഗ്രാൻഡ് പുറത്തിറക്കി. ലുക്കിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു, പക്ഷേ ഇതും വൈകിയുള്ള നീക്കമായിരുന്നു. അപ്പോഴേക്കും വിപണി മാരുതി, ടാറ്റ, ഹ്യുണ്ടായി പോലുള്ള കമ്പനികളുടെ അധീനതയിലായിരുന്നു. ഉൽപാദന രീതികളിലും പിന്നോക്കാവസ്ഥ തുടർന്നു. ആധുനിക അസംബ്ലി ലൈനുകൾ സ്ഥാപിക്കാതെ, ക്വാളിറ്റി കൺട്രോൾ മെച്ചപ്പെടുത്താതെ, ഓട്ടോമേഷൻ കൊണ്ടുവരാതെ അവർ പഴയ രീതിയിൽ തന്നെ തുടർന്നു. ആംബി എന്നെ ദുഃഖിപ്പിക്കുന്നു എന്ന് 2010 ബംഗളൂരിലെ ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞു. 1970കളിൽ ഞാൻ കരുതി ഇത് ലോകത്തിലെ ഏറ്റവും നല്ല കാറാണെന്ന്. ഇപ്പോൾ കാണുമ്പോൾ ഇത് എൻ്റെ മക്കളുടെ കാലത്തേക്ക് അനുയോജ്യമല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണ് ആ ബിസിനസ്സുകാരൻ പറഞ്ഞത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കമ്പനി മാറാൻ തയ്യാറായില്ല. ക്ലയൻസിന്റെ അതൃപ്തി വർദ്ധിച്ചു. 4 പേരുടെ കുടുംബത്തിന് അംബാസിഡർ വലുതായിരുന്നു, പക്ഷേ ഫ്യൂവൽ കൺസപ്ഷൻ കൂടുതലായിരുന്നു. ചെറിയ കുടുംബങ്ങൾക്ക് കോമ്പാക്ട് കാറുകൾ ആവശ്യമായി വന്നു, പക്ഷേ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അത് മനസ്സിലാക്കിയില്ല. 1983 മാരുതി ഉദ്योग ലിമിറ്റഡ് സ്ഥാപിതമായപ്പോൾ ഭാരതത്തിന്റെ വാഹന വിപണിയിൽ ഒരു വിപ്ലവത്തിന് തുടക്കമിട്ടു. ജാപ്പനീസ് സുസുക്കി മോട്ടോഴ്സ് കോർപ്പറേഷനുമായി ചേർന്ന് ഭാരത സർക്കാർ സ്ഥാപിച്ച ഈ ജോയിന്റ് വെഞ്ചർ ഇന്ത്യയിലെ ആദ്യത്തെ പീപ്പിൾസ് കാർ മാരുതി 800 പുറത്തിറക്കി. മാരുതി 800ന്റെ വിജയം അംബാസിഡറിനെ ഞെട്ടിച്ചു. ചെറുത്, ഫ്യൂൽ എഫിഷ്യൻസി, ആധുനിക ഡിസൈൻ, AC, കുറഞ്ഞ വില, അതായത് മാരുതിയുടെ എല്ലാ ഗുണങ്ങളും അംബാസിഡറിന് ഇല്ലായിരുന്നു. ചെറിയ കുടുംബത്തിനുള്ള ചെറിയ കാർ എന്ന മാരുതിയുടെ പ്രചാരണം വിജയിച്ചു. 1980കളിൽ ഭാരതത്തിൽ കുടുംബങ്ങൾ ചെറുതായി മാറുന്ന സമയത്ത് ഒരു വലിയ കാറിന്റെ ആവശ്യം കുറഞ്ഞു വന്നു. മാരുതി ഈ ട്രെൻഡ് ശരിയായി മനസ്സിലാക്കി. 1991 എക്കോണമിക് ലിബറലൈസേഷൻ വന്നതോടെ കൂടുതൽ വിദേശ കമ്പനികൾ ഭാരതത്തിലെത്തി. ടാറ്റ മോട്ടോഴ്സ് ഇൻഡിക്ക പുറത്തിറക്കി. ഹ്യുണ്ടായി സാൻഡ്രോയുമായി വന്നു. ഫോർഡ് ഐക്കോൺ പുറത്തിറക്കി. ഈ പുതിയ കാറുകളെല്ലാം ആധുനിക സാങ്കേതിക വിദ്യ, മികച്ച ഫ്യൂൽ എഫിഷ്യൻസി, അട്രാക്റ്റീവ് ഡിസൈൻ, മികച്ച ഇന്റീരിയർ എന്നിവയുമായി വന്നു. അംബാസിഡറുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാറുകളെല്ലാം എല്ലാ കാര്യത്തിലും മുന്നിലായിരുന്നു. കൊൽക്കത്തയിലെ ടാക്സി ഡ്രൈവർമാർ പോലും മാറാൻ തുടങ്ങി. മഞ്ഞ അംബാസിഡർ ടാക്സികൾക്ക് പകരം മാരുതി ഒമിനിയും ടാറ്റ സുമോയും വന്നു. യാത്രക്കാർക്ക് കൂടുതൽ കംഫർട്ട് കിട്ടി, ഡ്രൈവർമാർക്ക് കുറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റ് കിട്ടി. 2000 ഭാരതത്തിലെ വാഹന വിപണിയിൽ അംബാസിഡറിന്റെ മാർക്കറ്റ് ഷെയർ 2% താഴെ എത്തി. ഒരു കാലത്ത് 75% ഷെയർ ഉണ്ടായിരുന്ന കമ്പനി ഇപ്പോൾ അവഗണിക്കപ്പെടുന്ന അവസ്ഥയിലായി. ടാറ്റ നാനോയുടെ വരവോടെ ചെലവ് കുറഞ്ഞ കാർ വിഭാഗത്തിലും അംബാസിഡർ പിന്നിലായി. നാനോ വില കുറവാണെങ്കിലും ആധുനിക ഫീച്ചറുകൾ ഉണ്ടായിരുന്നു. അംബാസിഡർ വില കൂടുതലാണെങ്കിലും പഴയ ടെക്നോളജി ആയിരുന്നു. ഹ്യുണ്ടായി i10, മാരുതി ഗാർഡോൺ, ടാറ്റ ഇൻഡിഗോ തുടങ്ങിയ കാറുകൾ ലോക മാനദണ്ഡത്തിലുള്ള ഗുണനിലവാരവും സേഫ്റ്റിയുമായി വന്നപ്പോൾ അംബാസിഡർ ഒറ്റപ്പെട്ടു. ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും മനസ്സിലായി അംബാസിഡറിന്റെ കാലം കഴിഞ്ഞുവെന്ന്. 2000 തുടക്കത്തിൽ നിന്ന് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ യഥാർത്ഥ പോരാട്ടം ആരംഭിച്ചു. സെയിൽസ് കുത്തനെ ഇടിഞ്ഞു, സാമ്പത്തിക നഷ്ടം വർദ്ധിച്ചു, തൊഴിലാളി പ്രശ്നങ്ങൾ വലുതായി. ഉത്തർപാടയിലെ പ്ലാന്റിൽ ലേബർ പ്രശ്നങ്ങൾ സാധാരണയായി. 2007 വലിയ സംഘർഷം നടന്നു. പോലീസും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് തൊഴിലാളികളും തമ്മിൽ ഏറ്റുമുട്ടൽ വരെ ഉണ്ടായി. തൊഴിലാളികൾ മെച്ചപ്പെട്ട വേതനവും പ്രവർത്തന സാഹചര്യങ്ങളും ആവശ്യപ്പെട്ടു. കമ്പനിയുടെ മാനേജ്മെന്റിൽ പ്രശ്നങ്ങളുണ്ടായി. പുതിയ ടെക്നോളജിയിൽ നിക്ഷേപിക്കാൻ വിമുഖത, ആധുനിക പ്രൊഡക്ഷൻ ടെക്നിക്കുകൾ സ്വീകരിക്കാനുള്ള മടി, കസ്റ്റമർ സർവീസിൽ ശ്രദ്ധക്കുറവ്, ഇതെല്ലാം കമ്പനിയെ പിന്നോട്ട് വലിച്ചു. 2010-11 കമ്പനി വെറും 2214 യൂണിറ്റ് മാത്രമാണ് വിറ്റത്. ഇത് മാരുതിയുടെ ഒരു മാസത്തെ സെയിൽസിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. എങ്ങനെയാണ് ഒരു കാലത്ത് ഭാരതത്തിന്റെ ഏറ്റവും വലിയ കാർ മാനുഫാക്ചർ ഇത്ര ദയനീയ അവസ്ഥയിലേക്ക് എത്തിയത്? സർക്കാർ പിന്തുണയും കുറഞ്ഞു. പഴയകാലത്ത് സർക്കാർ ഓഫീസുകൾക്കും രാഷ്ട്രീയക്കാർക്കും അംബാസിഡർ വേണമായിരുന്നു. എന്നാൽ 2000-ങ്ങളോടെ അവരും മറ്റു കാറുകൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. സെക്യൂരിറ്റിക്കും കംഫർട്ടിനുമായി ടൊയോട്ട ഇന്നോവ, മഹീന്ദ്ര സ്കോർപിയോ, ബൊലേറോ തുടങ്ങിയ വാഹനങ്ങൾ അവർ തിരഞ്ഞെടുത്തു. 2016 പശ്ചിമ ബംഗാൾ സർക്കാരുമായി തൊഴിലാളികൾ കലഹിച്ചു.
തൊഴിലാളി സംഘടനകൾ സംസ്ഥാന സർക്കാരിനെ ബഹിഷ്കരിക്കാൻ വരെ തീരുമാനിച്ചു. കമ്പനിയുടെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതാവസ്ഥ തൊഴിലാളികളെ അസ്വസ്ഥമാക്കി. ഉൽപാദന ബഹിഷ്കരണങ്ങൾ പതിവായി. ഒരിക്കൽ പൂർണ്ണശേഷിയിൽ പ്രവർത്തിച്ചിരുന്ന ഫാക്ടറി ഇപ്പോൾ പകുതി നിർജീവമായി കിടന്നു. 2500 തൊഴിലാളികൾക്ക് പണി ചെയ്യാൻ വേണ്ടത്ര ഓർഡർ ഇല്ലായിരുന്നു. സ്പെയർ പാർട്സ് ബിസിനസ്സും കുറഞ്ഞു. പുതിയ അംബാസിഡർ കാറുകൾ വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പഴയവയുടെ പാർട്സിന്റെ ഡിമാൻഡും കുറഞ്ഞു. ഇത് കമ്പനിയുടെ വരുമാനം കൂടുതൽ കുറച്ചു. 2012 ടാറ്റ മോട്ടോഴ്സ് അംബാസിഡർ ബ്രാൻഡ് വാങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ അത് സാധിച്ചില്ല. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും താല്പര്യം കാണിച്ചു. പക്ഷേ അതും നടന്നില്ല. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് വിൽക്കാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ 2014 മെയ് 24 ഈ ദിനം ഭാരതത്തിന്റെ വാഹന ചരിത്രത്തിൽ കറുത്ത ദിനമായി രേഖപ്പെട്ടു. ഉത്തർപാടയിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഫാക്ടറിയിൽ 57 വർഷത്തെ അംബാസിഡർ ഉൽപാദനം ഔദ്യോഗികമായി നിർത്തി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നു എന്ന് കമ്പനി പ്രഖ്യാപിച്ചു. 2500 തൊഴിലാളികൾ തൊഴിൽ രഹിതരായി. ആ ദിവസം ഉത്തർപാടയിൽ കണ്ണീരും മൗനവുമായിരുന്നു. ഫാക്ടറി ഗേറ്റിന് പുറത്ത് തൊഴിലാളികൾ കൂടി നിന്നു. എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് പോലും അവർക്കറിയില്ല. പുറത്തുനിന്ന് വന്ന മീഡിയ റിപ്പോർട്ടർമാർ അവരുടെ വികാരങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിച്ചു. എൻ്റെ അച്ഛൻ ഇവിടെ ജോലി ചെയ്തു, ഞാനും ഇവിടെ ജോലി ചെയ്തു, എൻ്റെ മകനും ഇവിടെ ജോലിക്ക് വരുമെന്ന് ഞാൻ കരുതിയിരുന്നു എന്ന് 50-കാരനായ രാം പ്രസാദ് പറഞ്ഞു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു. BBC-യുടെ റിപ്പോർട്ട് അനുസരിച്ച് അംബാസിഡർ ഉൽപാദനം നിർത്തലിൽ പ്രധാന കാരണങ്ങൾ സെയിൽസ് കുത്തനെ കുറയൽ, സാമ്പത്തിക നഷ്ടം, പഴഞ്ചൻ ടെക്നോളജി, തൊഴിൽ പ്രശ്നങ്ങൾ, തൊഴിലാളി പ്രശ്നങ്ങൾ എന്നിവയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കമ്പനി പ്രതിവർഷം 2000 മുതൽ 3000 യൂണിറ്റുകൾ മാത്രമാണ് വിറ്റിരുന്നത്. 1960-കളിൽ പ്രതിവർഷം 20,000-ൽ അധികം യൂണിറ്റുകൾ വിറ്റിരുന്ന കമ്പനി അവസാന വർഷങ്ങളിൽ വെറും 2000-ൽ എത്തി നിന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ അംബാസിഡറിന് വേണ്ടിയുള്ള ദുഃഖ പ്രകടനങ്ങൾ തുടങ്ങി. അംബാസിഡർ നന്ദി, കിങ് ഓഫ് ഇന്ത്യൻ റോഡ്, വിട തുടങ്ങിയ ഹാഷ്ടാഗുകൾ ട്രെൻഡ് ചെയ്തു. ബാംഗ്ലൂരിലെ വിൻറ്റേജ് കാർ ക്ലബിലെ അംഗങ്ങൾ ദുഃഖം പ്രകടിപ്പിച്ചു. ഇന്ത്യൻ കാർ ഇൻഡസ്ട്രിയിലെ പിതാവ് മരിച്ചു എന്ന് വരെ ആളുകൾ പറഞ്ഞു. രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റികളും അംബാസിഡറിനെ കുറിച്ച് ഓർമ്മകൾ പങ്കുവച്ചു. എൻ്റെ രാഷ്ട്രീയ ജീവിതം അംബാസിഡർ തുടങ്ങിയതാണ് എന്ന് കേരളത്തിലെ ഒരു മുൻ മന്ത്രി വരെ പറയുകയുണ്ടായി. അംബാസിഡർ ടാക്സി ഡ്രൈവർമാർക്ക് വലിയ പ്രശ്നമായി. കൊൽക്കത്തയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന മഞ്ഞ അംബാസിഡർ ടാക്സികളുടെ സ്പെയർ പാർട്സ് കിട്ടാനുള്ള പ്രശ്നങ്ങൾ തുടങ്ങി. പുതിയ കാറുകളിലേക്ക് മാറാൻ അവർ നിർബന്ധിതരായി. ഉത്തർപാടയിലെ ഫാക്ടറിയുടെ 117 ഏക്കർ വിസ്തൃതിയിൽ മൂടുപടം വീണു. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ വാഹന നിർമ്മാണ കേന്ദ്രമായിരുന്ന ആ സ്ഥലം ഇപ്പോൾ നിശബ്ദമായി. 2017 ഫെബ്രുവരി 11 അംബാസിഡർ ബ്രാൻഡിന്റെ കഥയിൽ ഒരു പുതിയ അധ്യായം തുടങ്ങി. ഫ്രഞ്ച് കമ്പനിയായ PSA ഗ്രൂപ്പ്, അതായത് പ്യൂഷോ, സിട്രോയൻ, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൽ നിന്ന് അംബാസിഡർ ബ്രാൻഡ് 80 കോടി രൂപയ്ക്ക് വാങ്ങി. ഇത് ഭാരതത്തിന്റെ വാഹന ചരിത്രത്തിലെ വിചിത്രമായ ഒരു നിമിഷമായിരുന്നു. 60 വർഷക്കാലം ഭാരതീയ റോഡുകളിൽ വാണ അംബാസിഡർ ബ്രാൻഡ് ഇപ്പോൾ ഒരു ഫ്രഞ്ച് കമ്പനിയുടെ ഉടമസ്ഥതയിലാണ്. PSA ഗ്രൂപ്പ് അംബാസിഡർ ബ്രാൻഡ് വാങ്ങിയത് ഭാരതത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ ഭാഗമായാണ്. ഈ വിൽപ്പനയിൽ നിന്ന് കിട്ടിയ 80 കോടി രൂപ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് വലിയ ആശ്വാസമായി. കമ്പനിയുടെ കടബാധ്യതകൾ കുറയ്ക്കാനും ബാങ്ക് ലോണുകൾ അടയ്ക്കാനും ഈ തുക ഉപയോഗിച്ചു. 2018 മാർച്ച് 31 കമ്പനിയുടെ സെക്യുലർ ലോൺ പൂർണ്ണമായി അടച്ചു തീർത്തു. പക്ഷേ അംബാസിഡറിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തതയില്ല. PSA ഗ്രൂപ്പ് ഈ ബ്രാൻഡ് ഉപയോഗിച്ച് പുതിയ കാറുകൾ പുറത്തിറക്കുമോ അതോ കേവലം ബ്രാൻഡ് സംരക്ഷണത്തിനായി വാങ്ങിയതാണോ എന്ന് അറിയില്ല. 2022 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ഡയറക്ടർ ഉത്തം ബോസ് പറഞ്ഞത് പ്രകാരം കമ്പനി ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ സാങ്കേതിക വിദ്യയിൽ നിക്ഷേപിക്കുന്നുണ്ട് എന്നാണ്. സാമ്പത്തികവും സാങ്കേതികവുമായ പങ്കാളികൾ ഡ്യൂ ഡിലിജൻസ് പൂർത്തിയാക്കുകയും ജോയിന്റ് വെഞ്ചർ ഘടന അന്തിമമാക്കുകയും ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ നിലവിലെ അവസ്ഥ കണ്ടാൽ ഒരു മുൻകാല മഹത്വത്തിന്റെ നീലുകൾ മാത്രമേ കാണാൻ സാധിക്കൂ. 2024 കമ്പനിയിൽ 235 ജീവനക്കാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതേസമയം 2014 2500 പേരുണ്ടായിരുന്നു. ഉത്തർപാട പ്ലാന്റ് ഇപ്പോഴും നിർജീവമാണ്. വർക്ക് സസ്പെൻഷൻ തുടരുകയാണ്. എന്നാൽ കമ്പനി പൂർണ്ണമായും നിരാശാജനകമായിട്ടില്ല. 2017 25,218.07 ലക്ഷം രൂപ നഷ്ടമുണ്ടായിരുന്നു. 2024 12,308.32 ലക്ഷം രൂപയായി കുറഞ്ഞു. കമ്പനിയുടെ നെറ്റ് വർത്ത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറി. 2024 904.69 ലക്ഷം രൂപ മാത്രമായി. കൊൽക്കത്തയിൽ മഞ്ഞ ടാക്സികൾ ഇപ്പോഴും അംബാസിഡറാണ്. പക്ഷെ അവയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഇലക്ട്രിക് ടാക്സികളും ആധുനിക കാറുകളും അവയുടെ സ്ഥാനം പിടിക്കുന്നു. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെയും അംബാസിഡറുടെയും കഥ കേവലം ഒരു കമ്പനിയുടെ ഉയർച്ചയുടെയും തകർച്ചയുടെയും കഥ മാത്രമല്ല. ഇത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ വ്യാവസായിക സ്വപ്നങ്ങളുടെയും വെല്ലുവിളികളുടെയും കഥയാണ്. മാറ്റത്തെ സ്വീകരിക്കാത്ത സ്ഥാപനങ്ങളുടെ അനിവാര്യമായ പതനത്തിന്റെ കഥയാണ്. 1942 BM ബിർള ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് സ്ഥാപിച്ചപ്പോൾ അത് വിപ്ലവകരമായ ഒരു നീക്കമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ ഒരു ഭാരതീയ കാർ കമ്പനി തുടങ്ങുക എന്നത് സാഹസികമായിരുന്നു. അന്നത്തെ കാലത്ത് ഇത് സ്വദേശി ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായിരുന്നു.
1957 അംബാസിഡർ പുറത്തിറങ്ങിയപ്പോൾ അത് ഭാരതത്തിന്റെ കാർ വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ചു. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ കഥയിൽ നിന്ന് എന്തെല്ലാം പാഠങ്ങൾ ഒരു കമ്പനിക്ക് പഠിക്കാൻ സാധിക്കും? ആദ്യം, മാറ്റത്തിന്റെ അനിവാര്യത. വിപണിയും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് കമ്പനികളും മാറണം. എത്ര ശക്തമായ പൊസിഷനിലാണെങ്കിലും മാറ്റത്തെ എതിർക്കുന്ന സ്ഥാപനങ്ങൾ പിന്നിലാകും. രണ്ടാമത്, നവീകരണത്തിന്റെ പ്രാധാന്യം. ഏകാധിപത്യത്തിന്റെ സുഖത്തിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് നവീകരണം നിർത്തി. ഗവേഷണത്തിലും വികസനത്തിലും നിക്ഷേപം കുറച്ചു. ഇത് അവരുടെ പതനത്തിന് കാരണമായി. മൂന്നാമത്, ഉപഭോക്തൃ കേന്ദ്രീകൃത സമീപനം. അംബാസിഡർ എഞ്ചിനീയറിംഗ് വീക്ഷണത്തിൽ മികച്ചതായിരിക്കാം, പക്ഷേ മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ ആവശ്യങ്ങൾ അത് നിറവേറ്റിയില്ല. ചെറിയ കുടുംബങ്ങൾക്ക് കോമ്പാക്റ്റ് കാർ വേണമായിരുന്നു, പക്ഷേ അംബാസിഡർ വളരെ വലുതായിരുന്നു. നാലാമത്, മാനേജ്മെന്റിന്റെ പ്രാധാന്യം. മികച്ച പ്രോഡക്റ്റ് മാത്രം പോരാ, മികച്ച മാനേജ്മെന്റും വേണം. ഫിനാൻഷ്യൽ പ്ലാനിങ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് പ്ലാനിങ് എല്ലാത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അഞ്ചാമത്, ആഗോളവൽക്കരണത്തിന്റെ വെല്ലുവിളികൾ. 1991 സാമ്പത്തിക ഉദാരവൽക്കരണത്തോടെ ഭാരതത്തിൽ വിദേശ കമ്പനികൾ വന്നു. അവർ ലോക മാനദണ്ഡത്തിലുള്ള ഉൽപ്പാദനങ്ങളുമായി വന്നു. പ്രാദേശിക കമ്പനികൾ ഈ മത്സരത്തിൽ തയ്യാറായിരിക്കണമായിരുന്നു. പക്ഷേ എല്ലാം നെഗറ്റീവ് മാത്രമല്ല. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഭാരതത്തിന്റെ വ്യവസായിക ചരിത്രത്തിൽ അഭിമാനകരമായ സ്ഥാനമുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വ്യാവസായിക ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നതിൽ ഇതിന്റെ പങ്ക് വലുതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ടാറ്റ പോലുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ തഴച്ചു വളരാൻ സാധിച്ചത്. മാറ്റം അനിവാര്യമാണ്, നവീകരണം ജീവിതാവശ്യമാണ്, ഉപഭോക്തൃ സേവനം സുപ്രധാനമാണ്. ഈ പാഠങ്ങൾ കൃത്യമായി പാലിക്കുന്ന സ്ഥാപനങ്ങൾ വിജയിക്കും, അവഗണിക്കുന്നവർ പുറകിലാകും. അംബാസിഡർ ഇപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമാണ്, പക്ഷേ അതിൻ്റെ ഓർമ്മകൾ കോടിക്കണക്കിന് ഭാരതീയരുടെ ഹൃദയത്തിൽ എന്നേക്കും ജീവിക്കും. മുത്തച്ഛന്മാരുടെയും മുത്തശ്ശിമാരുടെയും കാലത്തെ അംബാസിഡർ യാത്രകളുടെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അംബാസിഡർ ഭാരതത്തിന്റെ കൂട്ടായ സ്മരണയുടെ അവിഭാജ്യ ഘടകമായി നിലനിൽക്കും. ഇത് തന്നെയാണ് പ്രതാപത്തിലുണ്ടായിരുന്ന പ്രീമിയർ കാറുകൾക്കും സംഭവിച്ചത്. കോടികളുടെ കടബാധ്യത മൂലം പ്രീമിയർ പത്മിനിയും നിർത്തേണ്ടി വന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.